അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ratio of the volume of two vessels are 3:4. What is the volume of small vessels if the volume of a large vessel is 96 liter? അപ്പോൾ നമുക്കറിയാം ഇവിടെ ലാർജ് വെസലിലെ എത്ര വോളിയം ഉണ്ട്, എത്രയാണ് അതിന്റെ വോളിയം എന്നുള്ളത് അറിയാം. എത്രയാണ്? 96 ആണ് അല്ലെ, 96 ആണ്. ശരി, വേറെന്തെങ്കിലും ഉണ്ടോ? എന്നാൽ സ്മോൾ വെസലിന്റെ എത്രയാന്നുള്ളത് അറിയോ? അറിയില്ല. അപ്പൊ ലാർജ് വെസൽ എത്രയാന്നുള്ളത്, വോളിയം എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പിന്നെ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ഉണ്ട്. ഒരു റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ, ഈ രണ്ട് വെസലുകൾ തമ്മിലുള്ള റേഷ്യോ 3:4 ആണ്. അത് എടുത്ത് എഴുതിയാലോ? റേഷ്യോ എത്രയാണ്? 3:4 ആണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇതിലേതാ ലാർജ് വൺ? 3 ആണോ 4 ആണോ? 4 അല്ലെ. അപ്പൊ 4ന്റെ അവിടെ എന്തിട്ട് കൊടുക്കുക? 96 കൊടുത്തൂടെ അല്ലെ. ലാർജ് വെസല് എത്രയാണ്? 96 ലിറ്റർ ഉണ്ട്. എന്നാൽ സ്മോൾ വെസൽ എത്രയാണെന്നുള്ളതും അറിയില്ല. അപ്പൊ നമുക്കത് എത്ര ടൈംസ് പോയി, എത്ര ടൈംസ് ആണ് ഇൻക്രീസ് ചെയ്തത് എന്നുള്ളത് അറിയണില്ല. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ഇതുവരെ ഓക്കെ ആണോ? നമുക്ക് തന്നിട്ടുണ്ട് 3:4 ആണ്. അതില് 3 ആണോ 4 ആണോ ലാർജ് വൺ എന്ന് നോക്കി. കാരണം ഏറ്റവും വലിയ ഒരു നമ്പറിൽ നിന്ന് നമ്മൾ 3:4. അപ്പൊ ലാർജ് വൺ എത്രയാണ്? 4 ആണ്. അപ്പൊ ആ 4 എന്തായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു? 96 ആയിട്ടുണ്ടാവും. ലിറ്റർ എത്രയാണെന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് 96 ആണ്. അപ്പൊ ലാർജ് വണ്ണിന്റെ അവിടെ നമ്മൾ 96 എഴുതി. സ്മോൾ വണ്ണിന്റെ വോളിയം നമുക്ക് അറിയില്ല. അത് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ഇതുവരെ ഓക്കെ എന്ന് വിചാരിക്കുന്നു. മൂവ് ടു അനദർ. ഇനി എന്ത് ചെയ്യുന്നു? അനദർ സ്റ്റെപ്പ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ടൈംസ് കാണണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ വെരി സിമ്പിൾ. ടൈംസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഇത് ലാർജ് നമ്പർ എത്രയാണ്? 96 അല്ലേ. അപ്പൊ 96 ഡിവൈഡഡ് ബൈ 4 ചെയ്യും. 96 ഡിവൈഡഡ് ബൈ 4. ആൻസർ എന്താ വരിക? 4 ആണ് 96 ആയത്. ആൻസർ എന്താ വരിക? 24 അല്ലെ. 24 ആണ്. ഇത് ഓക്കെ ആണോ? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 24 ടൈംസ് ആണ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എത്ര തന്നെ ചെയ്തിട്ടുണ്ടാവും? 24 ടൈംസ് തന്നെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 3 into 24 ചെയ്താൽ ആ ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാം അല്ലെ. ആൻസർ കിട്ടില്ലേ? ക്വസ്റ്റ്യൻ മാർക്കിന്റെ ആ മാർക്ക് നമുക്ക് കിട്ടും. എത്രയാണ് ക്വസ്റ്റ്യൻ മാർക്കിന്റെ അപ്പൊ വരിക? എത്രയാണ് ആൻസർ വരിക? യെസ്, 24 into 3. ദാറ്റ് മീൻസ് 72 അല്ലെ. 72 ആണ് ആൻസർ കിട്ടുക.